സങ്കീർത്തനങ്ങൾ 56-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. ജഡത്തിന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? അടുത്ത വാക്യം. ഇടവിടാതെ അവർ എന്റെ വാക്കുകളെ കോട്ടിക്കളയുന്നു. ശ്രദ്ധിക്കണേ, ഇടവിടാതെ അവർ എന്റെ വാക്കുകളെ കോട്ടിക്കളയുന്നു. അവരുടെ വിചാരങ്ങൾ ഒക്കെയും എന്റെ നേരെ തിന്മയ്ക്കായിട്ട് ആകുന്നു. അവർ കൂട്ടം കൂടി ഒളിച്ചിരിക്കുന്നു. എന്റെ പ്രാണനായി പതിയിരിക്കും പോലെ അവർ എന്റെ കാലടികളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം. വായിച്ച ഈ 2-3 വാക്യങ്ങൾ നാം വായിച്ചു വരുമ്പോൾ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ ദൈവത്തിൽ അവന്റെ വചനത്തെ പുകഴും. അതിന്റെ പ്രധാന ഭാഗത്തിലേക്ക് ഞാൻ വരാം. 4-ാം വാക്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. ജഡത്തിന് എന്നോട് എന്തു ചെയ്യുവാൻ കഴിയും? ഇങ്ങനെ സ്തോത്രം ഭക്തൻ പറയുകയാണ്, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. ജഡത്തിന് എന്ന് വെച്ചാൽ മനുഷ്യന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ വായിച്ച ഭാഗങ്ങൾ ആരംഭിക്കുന്നത്. എന്നാൽ അതിൻ്റെ അടുത്ത 5-6 വാക്യങ്ങളിൽ നമ്മൾ അതിൻ്റെ വളരെ അത്യാവശ്യമായ ഇന്ന് രാത്രിയത്തെ ദൂതിലേക്ക് ഞാൻ ഊന്നി പറയട്ടെ. അവിടെ പറയുന്നു, സ്തോത്രം, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഞാൻ ഭയപ്പെടുകയില്ല. ജഡം അഥവാ മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും എന്ന് ചോദിക്കുന്ന ഭക്തൻ, അല്ലെങ്കിൽ ആ ഭക്തനെ കുറിച്ച് 6-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അവർ കൂട്ടം കൂടി ഒളിച്ചിരിക്കുന്നു. എൻ്റെ പ്രാണനായി പതിയിരിക്കും പോലെ അവർ എൻ്റെ കാലടികളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നീ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ ഞാൻ ഭയപ്പെടുകയില്ല എന്ന് ഒരാത്മധൈര്യത്തോടെ നിൽക്കുന്ന വ്യക്തിയാണ് എങ്കിൽ, സ്തോത്രം, ജഡത്തിന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയുമെന്നുള്ള സ്തോത്രം, ആ ദൈവത്തിലുള്ള ഒരു പൂർണ്ണ ഒരു ആശ്രയം, അഥവാ ദൈവം എന്നോടൊപ്പമുണ്ട് എന്ന്, ദൈവത്തിൻ്റെ പരിപാലനം, ദൈവത്തിൻ്റെ സംരക്ഷണം എനിക്ക് എൻ്റെ ജീവിതത്തിന് ചുറ്റും ഉണ്ട് എന്ന് ഉറപ്പുള്ള നിന്റെ ജീവിതത്തിന് എതിരെ, ഞാൻ ഒറ്റ വാക്കിൽ പറയാം, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്കെതിരെ സങ്കീർത്തനക്കാരൻ ഇവിടെ വിളിച്ചു പറയുകയാണ്, കൂട്ടം കൂടി ഒളിച്ചിരിക്കുന്നു. 2, പ്രാണനായി പതിയിരിക്കുന്നു. 3, അവൻ എൻ്റെ കാലടികളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ആവർത്തിക്കുന്നു, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ഭക്തനെതിരെ, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിനെതിരെ എന്ത് ചെയ്തിരിക്കുന്നു? കൂട്ടം കൂടി ഒളിച്ചിരിക്കുന്നു, പതിയിരിക്കുന്നു, കാലടികളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇന്ന് രാത്രിയിൽ ചില കൂട്ടം കൂടലുകൾ, ചില ഒളിച്ചിരിപ്പുകൾ, ചില പതിയിരിപ്പുകൾ, നിന്റെ കാലടികളെ നോക്കിക്കൊണ്ട് ചില നോട്ടങ്ങൾ നിനക്കെതിരെ വരുമ്പോൾ ഇന്ന് രാത്രിയിൽ ദൈവാത്മാവിൽ പറയുന്നു, ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവ പൈതൽ ഈ രാത്രി ഭയപ്പെടുകയില്ല. അവനെതിരെ ഉണ്ടാകുന്ന ചില കൂട്ടം കൂടലുകളെ, അവനെതിരെ ഉണ്ടാകുന്ന ചില പതിയിരിപ്പുകളെ, അവന്റെ കാലടികളെ നോക്കി എന്ന് വെച്ചാൽ ഏതു വിധമെങ്കിലും, ഏതു വിധേനയെങ്കിലും നിന്നെ തകർത്തുകളയോ, നിന്റെ വീഴ്ചയാണോ കാത്തിരിക്കുന്ന ചില ഒളിയമ്പുകൾ, ചില പതിയിരിപ്പുകൾ ഇന്നു രാത്രി ദൈവത്തിൽ ആശ്രയിക്കുന്ന നീ ഭയപ്പെടുകയില്ല. ജഡം എന്നോട് എന്ത് ചെയ്യാൻ കഴിയുമെന്ന ഒരാത്മധൈര്യത്തോടെ,
എനിക്കറിയത്തില്ല, ഇന്ന് രാത്രി ഈ വചനം ദൈവത്തിന്റെ ആത്മാവ് തന്നിട്ട് ഇങ്ങനെ പറയാൻ പറഞ്ഞു. ദൈവത്തിൽ ആശ്രയിക്കുന്നവന്റെ ഉള്ളിൽ ആമേൻ ഒരു 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 ശേഷം മനുഷ്യന്റെ ഉള്ളം പോലെ അല്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നവന്റെ ഉള്ളം, അവന്റെ ഉള്ളത്തിൽ ഒരു പ്രത്യേക ധൈര്യമുണ്ടാകും. ആമേൻ. ഒരു പ്രത്യേക ധൈര്യം, ഒരു പ്രത്യേക ധൈര്യം, ഒരു പ്രത്യേക ധൈര്യം. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് ആ ധൈര്യമുണ്ട്? ആ ധൈര്യം ഉണ്ടാകണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ, ദൈവത്തിൽ ആശ്രയിക്കുമ്പോഴാ. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ എടുത്ത് പഠിച്ചു നോക്ക്. മോറിയ മലയുടെ മുകളിലേക്ക് കയറുമ്പം ആമേൻ പ്രശ്നങ്ങൾ വരുന്നു, ചോദ്യങ്ങൾ വരുന്നു. പക്ഷെ അബ്രഹാം കുലുങ്ങിയില്ല. അബ്രഹാം പറഞ്ഞു, ദൈവം നോക്കിക്കൊള്ളു. കാരണം അബ്രഹാം ആശ്രയിച്ചത് ദൈവത്തിലാണ്. ഹല്ലേലൂയ. അടുത്ത ഭാഗങ്ങൾ വരുമ്പോ ആമേൻ സ്തോത്രം. ദാവീദിനോട് ചോദിക്ക്, ആമേൻ എനിക്കെതിരെ ഒരിക്കൽ സിംഹം വന്നു, ഒരിക്കൽ കരടി വന്നു, ഇപ്പോഴിതാ ഗോലിയാത്ത് വന്നു നിൽക്കുന്നു. അടുത്തതാ അമ്മായപ്പനെതിരായി, അടുത്തതാ സ്വന്തം മകൻ തനിക്കെതിരായി, ഫെലിസ്ത്യർ എതിരാകുന്നു, പലരും തനിക്കെതിരെ വരുന്നു. അവിടൊന്നും ദാവീദ് കുലുങ്ങിയില്ല. എന്താ കാര്യമെന്നറിയോ? ദൈവത്തിൽ ആശ്രയിച്ചിരുന്നു. ഏതൊരു ഭക്തന്റെ ജീവിതം എടുത്താലും ഏത് പ്രതികൂലങ്ങൾ, ഭക്തന്മാരുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വന്നിട്ടില്ലെന്നല്ല, ഭക്തന്മാരുടെ ജീവിതത്തിൽ ദൈവത്തിൽ ആശ്രയിച്ചവരുടെയൊക്കെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്നിട്ടില്ലെന്നല്ല, പോരാട്ടങ്ങൾ വന്നിട്ടില്ല എന്നല്ല, കഷ്ടതകളും രോഗങ്ങളും വന്നിട്ടില്ല എന്നല്ല. എന്നാൽ ദൈവത്തിന്റെ വചനം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യഹോവയിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ നിലനിൽക്കുന്ന സീയോൻ പർവ്വതം പോലെ. എന്തോ അതിന്റെ അർത്ഥം, എത്ര പ്രതികൂലങ്ങൾ വന്നാലും ഈ പർവ്വതം കുലുങ്ങത്തില്ല. ഇതിനകത്ത് ദൈവത്തിൽ ആശ്രയിക്കുന്ന നിന്നെ കുലുക്കാൻ ഒരു പതിയിരിപ്പിലേക്ക് കഴിയത്തില്ല. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, നോക്കിക്കൊണ്ടിരിക്കുന്നവരൊക്കെ നോക്കിക്കൊണ്ടിരിക്കത്തേയുള്ളൂ. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ കുലുങ്ങത്തില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ കുലുങ്ങത്തില്ല. ആമേൻ. ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ ബുദ്ധിയുള്ള ഒരുവനെ കുറിച്ച് പറയുന്നുണ്ട്. ബുദ്ധിയുള്ള ഒരുവൻ വെച്ച വീടിനെ കുറിച്ച്. ഹല്ലേലൂയ. ഇവിടെ സാനലി വീട് വെക്കുന്നുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോ ഈ ബുദ്ധിയുള്ളവനാണോ എന്ന സാനലി ഈ കഥ കേട്ടിട്ട് പറയണം. ഹല്ലേലൂയ. സ്തോത്രം. ഈ ബുദ്ധിയുള്ളവൻ എന്ത് ചെയ്തെന്നറിയോ? അവൻ വീട് വെച്ചത് പാറമേലായിരുന്നു. എന്നാൽ ബുദ്ധിയില്ലാത്തവൻ, അവൻ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ മന്ദബുദ്ധി, അവൻ വെച്ചത് എവിടെന്നറിയോ? മണലില. എന്നാൽ സ്തോത്ര, കാറ്റ് വന്നു, കോള് വന്നു, വെള്ളം പൊങ്ങി, ഈ മണലിൽ മേൽ വീട് വെച്ചവന്റെ വീട് ഇടിഞ്ഞുപോയി. എന്നാൽ പാറമേൽ അടിസ്ഥാനമിട്ട, പാറമേൽ പണിതുയർത്തിയ തന്റെ ദാമേൻ ബുദ്ധിയുള്ള മനുഷ്യനെ കുറിച്ച് കർത്താവ് പറഞ്ഞ, ബുദ്ധിയുള്ള മനുഷ്യന്റെ വീട് കുലുങ്ങിയില്ല, കുലുങ്ങിയില്ല, കുലുങ്ങിയില്ല. എന്തുവാ അതിന്റെ അർത്ഥം? ഏതായി പാറ? ഏതായി പാറ? വേദപുസ്തകം പറയുന്നു, ഈ പാറയുടെ പേര്, മറ്റൊരു പേര് ക്രിസ്തു എന്ന. ഹല്ലേലൂയ. ഈ പാറയുടെ മറ്റൊരു പേര് യേശു എന്ന. അങ്ങനാണെങ്കിൽ യേശു ക്രിസ്തു എന്ന പാറമേൽ അടിസ്ഥാനമിട്ട നിന്റെ വീട്, ഒറ്റവാക്കിൽ പറഞ്ഞാൽ ദൈവത്തിൽ ആശ്രയിച്ച നിന്റെ വീട് ദേശത്തിന്റെ നടുവിൽ കുലുങ്ങിപ്പോകാൻ നീ ആശ്രയിച്ച ദൈവം, നീ ആശ്രയിച്ച കർത്താവ് ഒരു നാളും അനുവദിക്കത്തില്ല. സന്തോഷമുണ്ടോ? സന്തോഷമുണ്ടോ? ദൈവത്തിൽ ആശ്രയിക്കുന്ന നിന്റെ ഭവനം, ദൈവത്തിൽ ആശ്രയിക്കുന്ന നിന്റെ ജീവിതം, ദൈവത്തിൽ ആശ്രയിക്കുന്ന നിന്റെ കുടുംബം, ദൈവത്തിൽ ആശ്രയിക്കുന്ന നിന്റെ തലമുറ, ദൈവത്തിൽ ആശ്രയിക്കുന്ന നിന്റെ ഭവനം, ഏതു പ്രശ്നങ്ങൾ വന്നാലും കുലുങ്ങത്തില്ല. ആമേൻ. പതിയിരിപ്പുകൾ വരും, കൂട്ടം കൂട്ടമായി ഒളിച്ചിരിക്കും, നിന്റെ കാലുകളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. പക്ഷെ നീ കുലുങ്ങില്ല. നീ വിളിച്ചു പറയും, ഞാൻ ഭയപ്പെടുകയില്ല. ജഡത്തിന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും?
മനുഷ്യനെ എന്ത് ചെയ്യാൻ കഴിയും? ഈ ദിവസങ്ങളിൽ നീ കുലുങ്ങാതെ നിൽക്കുന്നെങ്കിൽ ലോകം നിന്നെ കുറിച്ച് പറയാൻ തുടങ്ങുക, ഇവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നവനാ, അതാ കുലുങ്ങാത്തെ. ഇന്ന് രാത്രി ഒത്തിരി പ്രശ്നങ്ങളിലൂടെ പോകുന്ന ദൈവ പൈതലാണ് നീയെങ്കിൽ, ഇന്ന് രാത്രി ഒത്തിരി വിഷയങ്ങളിലൂടെ ഇന്ന് പോകുന്ന വ്യക്തിയാണ് നീയെങ്കിൽ, ഈ രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, നിനക്ക് ആശ്രയിപ്പാൻ പറ്റിയ ഒരിടമുണ്ട്. ഓടി കയറിക്കോ ഈ ആശ്രയത്തിലേക്ക്. ഈ കർത്താവിനെ ആശ്രയിപ്പാൻ നീ ഓടി കയറിക്കോ. നിന്റെ ഭയം, ഞാൻ പറയുന്നു, നിന്റെ സ്ഥിതിയല്ല ആദ്യം മാറുന്നത്, നിന്റെ ഭയം. ഇന്ന് രാത്രിയിൽ യേശുവിൻ നാമത്തിൽ എന്തോ എന്റെ ജീവിതത്തിൽ വരാൻ പോകുന്നു, എന്തോ എന്റെ കുടുംബത്തിൽ സംഭവിക്കാൻ പോകുന്നു, എന്തോ എനിക്ക് വരാൻ പോകുന്നു, എന്തോ ഒരു അനർത്ഥം എനിക്ക് വരാൻ പോകുന്നു എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ കാണുന്ന ആരോട് ഈ രാത്രി പരിശുദ്ധന പറയുന്നു, ഒന്നും വരത്തില്ല. കാരണം ഈ ദൈവത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് ഒരനർത്ഥം നിന്നെ തോന്നത്തില്ല, ഒരു സംഹാരം നിന്റെ കൂടാരത്തിൽ അടുക്കുകയില്ല. നീ ദൈവത്തിൽ ആശ്രയിക്കുന്നെങ്കിൽ എന്തോ 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 ഇന്ന് രാത്രിയിൽ ഞാൻ ആത്മനിയോഗത്തോടെ ഈ രാത്രിയിൽ പറയുന്നു, ആരുടെയൊക്കെയോ ഉള്ളിൽ കിടക്കുന്ന ചില ഭയങ്ങൾ ഇന്ന് രാത്രി പുറത്തു പോകട്ടെ. യേശുവിൻ നാമത്തിൽ എന്തോ വരാൻ പോകുന്നു, എന്തോ സംഭവിക്കാൻ പോകുന്നു, എന്തോ ഒരു അനർത്ഥം വരാൻ പോകുന്നു. ഇങ്ങനെ തന്നെ ഉള്ളിൽ ചിന്ത 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 ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ആരോടോ ഇന്ന് രാത്രി കർത്താവ് വിളിച്ചു പറയുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. ആ ഭയത്തെ ഇന്ന് രാത്രി പുറത്താക്കിക്കോ, ആ ഭയത്തെ ഇന്ന് രാത്രി പുറത്താക്കിക്കോ. കാരണം നീ ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് ആ ഭയത്തിന് നിന്നെ തൊടാൻ പറ്റത്തില്ല, ആ ഭയത്തിന് നിന്നെ തൊടാൻ പറ്റത്തില്ല. നിനക്കെതിരെ ഒളിച്ചിരിക്കുന്ന ഒന്നിനും നിന്റെ വീട്ടിനകത്ത് വരാൻ വേണ്ടി ഒളിച്ചിരിക്കുന്ന അവസരം കിട്ടുമ്പോൾ കേറാൻ വേണ്ടി ഒളിച്ചിരിക്കുന്ന ചിലത് യേശുവിൻ നാമത്തിൽ നിന്റെ കോമ്പൗണ്ടിൽ കയറത്തില്ല. നിന്റെ കുടുംബത്തിനകത്ത് വരാനിരിക്കുന്ന അനർത്ഥം നിന്റെ കോമ്പൗണ്ടിൽ കയറത്തില്ല. ആ രീതിയിൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന നിന്റെ ഭവനത്തെ, ദൈവത്തിൽ ആശ്രയിക്കുന്ന നിന്റെ കുടുംബത്തെ, ദൈവത്തിൽ ആശ്രയിക്കുന്ന നിന്റെ തലമുറകളെ ദൈവത്തിന്റെ സംരക്ഷണം ഇടത്തിൽ ഇറങ്ങി വരുന്നത്. അപ്പൊ ഇന്ന് രാത്രിയിൽ സ്തോത്രം, അവർ കൂട്ടമായി ഒളിച്ചിരിക്കുന്നു. എന്റെ പ്രാണനായി പതിയിരിക്കും പോലെ അവർ എന്റെ കാലടികളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അല്ലേ? സ്തോത്രം. വേദപുസ്തകത്തിലേക്ക് വരുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 53-54 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ ഒരു പതിയിരിപ്പ് നമ്മൾ കാണുന്നു. ഒന്ന് വായിച്ച വേഗത്തിൽ. അവൻ അവിടം വിട്ടു പോകുമ്പോ ശാസ്ത്രിമാരും പരീശന്മാരും അവനെ അത്യന്തം വിഷമിപ്പിപ്പാനും അവന്റെ വായിൽ നിന്ന് വല്ലതും പിടിക്കാമോ എന്നു വെച്ച് അവനായി പതിയിരുന്നു കൊണ്ട് പലതിനെയും കുറിച്ച് കുടുക്കു ചോദ്യം ചോദിപ്പാനും തുടങ്ങി. ആരെ വിഷമിപ്പിപ്പാനാ? യേശുവിനെ വിഷമിപ്പിപ്പാനും അവന്റെ വായിൽ നിന്നും വല്ലതും പിടിക്കാമോ എന്ന് വെച്ചാൽ വല്ലതും വായിൽ നിന്ന് വീണ് കിട്ടിയാൽ ഉടനെ പിടിക്കണം. എങ്ങനെ പിടിക്കണം? ആ വാക്ക് വെച്ച് പിടിക്കണം. പിടിക്കാമോ എന്ന് വെച്ച് അവനായി പതിയിരുന്നും കൊണ്ട് പലതിനെയും കുറിച്ച് കുടുക്കു ചോദ്യം ചോദിപ്പാനും തുടങ്ങി. എന്ന് വെച്ചാൽ ഇങ്ങോട്ട് വല്ലതും വീഴുമോ എന്ന് നോക്കുകയും വേണം. ചിലതൊക്കെ അങ്ങോട്ട് ചോദിച്ചില്ല, കുടുക്കു ചോദ്യങ്ങൾ. എങ്ങനത്തെ ചോദ്യങ്ങളാ? നേരായ ചോദ്യമല്ല, കുടുക്കു ചോദ്യങ്ങൾ. സ്തോത്രം. എന്ന് വെച്ചാൽ ഒറ്റ ഉദ്ദേശമുള്ളൂ, ന്യായപ്രമാണത്തിന് വിരുദ്ധമായി എന്തേലും യേശുവിൻ്റെ വായിൽ നിന്ന് വീണ് കിട്ടിയാൽ ആ പേര് പറഞ്ഞ് യേശുവിന് എന്ത് ചെയ്യാം? പിടിക്കാം. ആ പേര് പറഞ്ഞ് യേശുവിൻ്റെ ശുശ്രൂഷയെ എന്ത് ചെയ്യാം? നിർത്തൽ ചെയ്യാം. എങ്ങനെ യേശുവിനെ കൊടുക്കണം? ഇവരെന്ത് ചെയ്യായിരുന്നു? പരീശന്മാരും
ശാസ്ത്രിമാരും പതിയിരിക്കുകയായിരുന്നു. ഓ, ഇന്ന് രാത്രി ഞാൻ പറയുന്നു, നിങ്ങൾക്കാള് മാറി, നിങ്ങൾക്കാള് മാറിപ്പോയി, നിങ്ങൾക്കാള് മാറിപ്പോയി. ഇതാള് വേറെയാ. ഇവന്റെ പേര് യേശുവെന്നാ. ഇവൻ അത്യുന്നതന്റെ പുത്രനാ എന്ന് വെച്ചാ നിങ്ങൾ ചോദിക്കുന്ന സകല ചോദ്യങ്ങൾക്കും ഉത്തരമുള്ളവനാ. ഏക ഉത്തരമാ. തീരുന്നില്ല. നിങ്ങൾക്ക് ന്യായപ്രമാണം തന്നവൻ പോലും ഇവനാ. നിങ്ങൾ വായിക്കുന്നതും നിങ്ങൾ അനുഷ്ഠിക്കുന്നതുമായ ആ ന്യായപ്രമാണം നിങ്ങൾക്ക് നൽകാൻ അതിൻ്റെ പിന്നിൽ അഥവാ അത് നൽകിയവനാ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നേ. നിങ്ങൾ കാളുമാറിപ്പോയി. ഇവന്റെ പേര് യേശു എന്നാ. ഇനി ഞാൻ ആ ദൂതിലേക്ക് വരാം. ഏതേലും വിധേനെ നിന്നെ വല്ലാണ്ട് എങ്ങനെയാണ് അത്യന്തം വിഷമിപ്പിക്കാൻ നോക്കുന്ന ചിലർ നിനക്കെതിരെ പതിയിരിക്കുന്നുണ്ട്. ചില കുടുക്ക് ചോദ്യങ്ങളും എന്ന് വെച്ചാൽ ചില ചോദ്യങ്ങളിൽ കുടുക്കാൻ, ചില വാക്കുകളിൽ കുടുക്കാൻ, ചില സംസാരങ്ങളിൽ കുടുക്കാൻ. സ്തോത്രം, ആമേൻ. ചില പരീശന്മാരും ചില ശാസ്ത്രിമാരുമായ ചിലർ നിനക്കെതിരെ പതിയിരിക്കുമ്പോ ഇന്ന് രാത്രി ആ പതിയിരിപ്പുകളെ തകർക്കുന്നൊരു ദൈവ സാന്നിധ്യം. ഓ, ഒന്നുകൂടെ വായിച്ച, താഴോട്ടൊന്ന് വായിച്ച് ഈ വാക്യം കൊണ്ട് വായിച്ചാൽ ആ ദൂതിലേക്ക് വരത്തും പറ്റത്തുള്ളൂ. മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 13-ാം വാക്യം ഒന്ന് വായിച്ചേ. മർക്കോസ് 12:13. അനന്തരം അവനെ വാക്കിൽ കൊടുക്കുവാൻ വേണ്ടി അവർ പരീശന്മാരിലും ഹെരോദ്യരിലും ചിലരെ അവന്റെ അടുക്കൽ അയച്ചു. മത്തായി സുവിശേഷം 22:35 വായിച്ചേ. അവരിൽ ഒരു വൈദികൻ അവനെ പരീക്ഷിച്ചു. ഒരു വൈദ്യൻ എന്ത് ചെയ്തു? വൈദ്യൻ എന്ന് പറഞ്ഞാൽ ആരാ ഈ വൈദികൻ? ആരാ ഈ വൈദികൻ എന്നൊക്കെ പറയുന്നേ? പുരോഹിതൻ അല്ലേ? പുരോഹിതൻ, ശുശ്രൂഷകൻ, അല്ലെങ്കിൽ ദൈവവേലക്കാരൻ, ദൈവവേല ചെയ്യുന്ന ദൈവത്തിന്റെ ദാസൻ. അപ്പൊ ഈ വൈദികൻ എന്ത് ചെയ്തു? അവനെ പരീക്ഷിച്ചു. മത്തായി 22:15 വായിച്ചേ. അനന്തരം പരീശന്മാർ ചെന്ന് അവനെ വാക്കിൽ കൊടുക്കേണ്ടതിന് ആലോചിച്ചുകൊണ്ട്, യേശുവിനെ വാക്കിൽ, വീണ്ടും പറയുകയാണ്, വാക്കിൽ കൊടുക്കാൻ എന്ത് ചെയ്തു? ആലോചിച്ചുകൊണ്ട്. പുള്ളി, ഇവരുടെ ആലോചന, ഈ പരീശന്മാരുടെ ആലോചന മൊത്തം എന്താണ്? വാക്കിൽ എന്ത് ചെയ്യണം? കൊടുക്കണം. ഒറ്റ വാക്യം ഞാൻ പറയാം, നിന്നെ ഏതെങ്കിലും വിധത്തിലൊന്ന് കൊടുക്കണം എന്നുള്ള ചില പദ്ധതികൾ ആലോചിച്ചുകൊണ്ട് തങ്ങളുടെ ശിഷ്യന്മാരെ, 18-ാം വാക്യം വായിച്ച, 12-ാം വാക്യം, അവരുടെ ദുഷ്ടത അറിഞ്ഞു. യേശു അവരുടെ ദുഷ്ടത അറിഞ്ഞു. കപടഭക്തിക്കാരെ, എന്നെ പരീക്ഷിക്കുന്നത് എന്ത്? കപടഭക്തിക്കാരെ. ഈ വായിച്ച വാക്യങ്ങളെ മൊത്തം കാണുന്നത് ഒരു കാര്യമാ. എന്താ കാണുന്നേ? പരീശന്മാരും ശാസ്ത്രിമാരും കൂടെ പതിയിരിക്കുക. എന്തിനു വേണ്ടിയാ? ഒറ്റ വാക്യം ഞാൻ പറയാം, യേശുവിനെ എന്ത് ചെയ്യണം? കൊടുക്കണം. ഇന്ന് രാത്രി ശ്രദ്ധിക്കണം, ഞാനൊരു ദൂത് പറയാൻ പോവാ. യേശുവിനെ കൊടുക്കാൻ വേണ്ടി പരീശന്മാരും ശാസ്ത്രിമാരും കൂടെ പലയിടത്തും പല അവസരത്തിലും യേശുവിനെ എന്ത് ചെയ്തു? കൊടുക്കാൻ നോക്കി. പതിയിരുന്നു. സങ്കീർത്തനത്തിൽ നമ്മൾ കുറുവാക്യത്തിൽ വായിച്ചതുപോലെ എന്ത് ചെയ്തു? കൂട്ടം കൂടി ഒളിച്ചിരുന്നു, പ്രാണനായി പതിയിരുന്നു, കാലടികളെ എന്ത് ചെയ്തു? നോക്കിക്കൊണ്ടിരുന്നു. ഈ പരിപാടികളെല്ലാം നോക്കിയിട്ട് യേശുവിനെ കൊടുക്കാൻ പറ്റാത്തോണ്ട്, കേൾക്കുന്നുണ്ടോ? ഈ പരിപാടികളെല്ലാം നോക്കിയിട്ട് കൊടുക്കാൻ പറ്റാത്തോണ്ട് ലൂക്കോസ് സുവിശേഷം 20-ാം അധ്യായം 20-ാം വാക്യം പെട്ടെന്ന് വായിച്ചേ. അവനെ നാടുവാഴിയുടെ അധീനതയിലും അധികാരത്തിലും
ഏൽപ്പിക്കുവാൻ തക്കവണ്ണം അവനെ വാക്കിൽ പിടിക്കേണ്ടതിന് തക്കം നോക്കി. ഇന്ന് രാത്രി ശ്രദ്ധിക്കണം. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ചിലതിൻ്റെ അധീനതയിൽ നിന്നെ പെടുത്താൻ എന്ന് പറഞ്ഞാൽ വാക്കിൽ പിടിക്കേണ്ടതിന് ചിലരൊക്കെ തക്കം നോക്കി നടക്കുമ്പോ അവനെ വാക്കിൽ പിടിക്കേണ്ടതിന് തക്കം നോക്കി അവ എന്ത് ചെയ്തു? തക്കം നോക്കി നടന്നു. എങ്ങനെയായി തക്കം നോക്കി? എന്താ വഴി? ഇവര് കണ്ടുപിടിച്ച വഴി ഏതാ? വായിച്ചേ. നീതിമാന്മാർ എന്ന് നടിക്കുന്ന ഒറ്റുകാരെ അയച്ചു. പിടികിട്ടിയോ വല്ലത്? എന്ത് മനസ്സിലായി? യേശു ആരാ? യേശു നീതിമാനല്ലേ? അല്ലേ? യേശു കർത്താവിനെ പീലാത്തോസിന്റെ മുമ്പിൽ നിർത്തുമ്പോ പീലാത്തോസ് പോലും കൈ കഴിയില്ലേ, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ലെന്ന്. ഭരണാധികാരികൾ മുഴുവൻ പറഞ്ഞില്ലേ ഇവൻ നീതിമാനെന്ന്? ഈ ലോകം മുഴുവൻ കണ്ടിട്ട് പറഞ്ഞില്ലേ ഇവൻ നീതിമാനെന്ന്? ശ്രദ്ധിച്ചു കേൾക്കണം. നീതിമാനായ യേശുവിനെ കൊടുക്കാൻ വേണ്ടി നീതിമാന്മാർ എന്ന് നടിക്കുന്ന ഒറ്റുകാരെ അയച്ചു. മനസ്സിലാവുന്നുണ്ടോ? എന്ന് വെച്ചാൽ സ്തോത്രം, യേശു നീതിമാന, യേശുവിനെ പോലെ നീതിമാന്മാർ അഥവാ നീതിമാൻ എന്ന് നടിക്കുന്ന ചിലരെ. ഓ, മനസ്സിലാവുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി നിനക്കെതിരെ ശത്രുവാകുന്നവൻ ഈ ദിവസങ്ങളിൽ സ്തോത്ര, ഹല്ലേലൂയ, നടിക്കുന്ന ചില ഒറ്റുകാരെ നിനക്കെതിരെ അയച്ച് നിന്നെ തകർത്തു കളയാൻ നിനക്ക് വിരോധമായി അയക്കപ്പെടുമ്പോ ഇന്ന് രാത്രി എൻ്റെ കർത്താവ് മിണ്ടാതിരിക്കുമോ? ദൈവമക്കളെ, മിണ്ടാതിരിക്കത്തില്ല. വായിച്ച പെട്ടെന്ന് പറ്റുമെങ്കിൽ പെട്ടെന്ന് വായിക്കാം, അല്ലെങ്കിൽ ഞാൻ വായിക്കാം. മാർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 1-ാം വാക്യം പെട്ടെന്ന് വായിച്ച എൻ്റെ കർത്താവ് എന്താ ചെയ്തതെന്ന് ഈ ഇവന്മാരുടെയൊക്കെ വായടപ്പിക്കുന്ന കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടുക. വായിച്ചേ. അവൻ പിന്നെയും പള്ളിയിൽ ചെന്ന് അവിടെ വരണ്ട കൈയുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. സ്വത്രം പറഞ്ഞേ. ഇവിടെ യേശുവിനെ കൊടുക്കാൻ വേണ്ടി പലരും നോക്കുമ്പോഴും നീതിമാന്മാർ എന്ന് നടിക്കുന്ന ചിലരൊക്കെ എന്ത് ചെയ്തു? ഒറ്റുകാരായി അയക്കുമ്പോഴും ഇവ ശത്രുപാളയത്തിൽ നിന്ന്, അത് ഒന്നുകൂടി പറഞ്ഞാൽ ശത്രുപക്ഷത്തിൽ നിന്ന് എൻ്റെ കർത്താവിനെ തകർക്കാൻ വേണ്ടി ചില പതിയിരിപ്പുകളെ ശത്രു ഒരുക്കുമ്പോഴും ഇവിടെ ഇതാ വരണ്ട കൈയുള്ള ഒരുത്തൻ ഉണ്ടായിരുന്നു. എന്ത് മനസ്സിലായി? ഇന്ന് രാത്രി ഞാനൊരു ദൂത് വിളിച്ച് പറയാം. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിന്റെ പല മേഖലകളും ഇന്ന് വരണ്ടിരിക്കുമ്പോഴും എന്തേ കർത്താവ് ഒന്നും ചെയ്യാത്തെ? ഈ വരണ്ട അവസ്ഥ എന്താ കർത്താവ് നിവർത്താത്തെ, ഒന്ന് മാറ്റാത്തെ എന്ന് ചിന്തിക്കുന്നു. അതേ സമയത്ത് ആ ശത്രു നിനക്കെതിരെ ചില പ്രതികൂലങ്ങൾ അയച്ചു വിടുന്നേ. ഈ വരുമ്പോ എല്ലാം കൂടെ ഇങ്ങനെ വരുന്നു എന്ന് പറയുമ്പോ ആ ഒരു സാഹചര്യത്തിൽ നീ ഇരിക്കുമ്പോ ഇന്ന് രാത്രി കർത്താവ് വിളിച്ചു പറയുന്നു, നിനക്കെതിരെ കൂട്ടം കൂടുന്ന ചിലതിന്റെയൊക്കെ വായടപ്പിക്കുന്ന രീതിയിൽ എന്റെ ദൈവം നിന്റെ വരണ്ട അവസ്ഥകളെ മാറ്റി. ഇന്ന് രാത്രി ശ്രദ്ധിച്ച് കേൾക്കണം. 2-ാം വാക്യം വായിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്. ഇവരെല്ലാം കൂടെ ഈ വരണ്ട കൈയുള്ള ഈ മനുഷ്യനെ എന്ത് ചെയ്തു? അവനെ കുറ്റം ചുമത്തേണ്ടതിന് ശബത്തിൽ യേശുവിന്റെ മുമ്പിലോട്ട് കൊണ്ട് നിർത്തി. ഇന്ന് രാത്രി മനസ്സിലാവുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. എന്ന് വെച്ചാൽ അവൻ നിന്നെ തകർക്കാൻ വേണ്ടി, നിന്നെ നശിപ്പിക്കാൻ വേണ്ടി കൂട്ടം കൂടി ഒളിച്ചിരിക്കുന്ന ചിലരുണ്ടല്ലോ. ഇന്ന് ചില ഒളിയമ്പുകൾ പോലെ മൂർച്ച കൂട്ടി വച്ചിരിക്കുന്ന ഒരമ്പായിരുന്നു, അഥവാ ഒരസ്ത്രമായിരുന്നു ഈ മനുഷ്യൻ. മനസ്സിലായോ?
ഇവരെല്ലാം കൂടെ ഈ മനുഷ്യനെ റെഡിയാക്കി വെച്ചിരിക്കുമായിരുന്നു. എന്തിനാണെന്നറിയോ? ശബത്തിൽ ഈ മനുഷ്യനെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഈ മനുഷ്യനിലൂടെ ഇവനെ കൊടുക്കണം എന്ന് വെച്ചാൽ, സ്തോത്രം, ഈ ശബത്തിൽ ആമേൻ ചില പരിമിതികളും ചില നിയമസംഹിതകളും ചില ഉപദേശങ്ങളും ചില പ്രമാണങ്ങളും ഒക്കെ അതിൻ്റെ നടുവിൽ അങ്ങോട്ട് പോണോ ഇങ്ങോട്ട് പോണോ എന്ന് വെച്ചാൽ, മനസ്സിലാവുന്ന ഭാഷ പറഞ്ഞാൽ സൗഖ്യമാക്കണോ സൗഖ്യമാക്കണ്ടേ എന്ന ഒരു ഇരുമനസ്സിൻ്റെ ഒരനുഭവത്തിൽ ഇന്ന് ശത്രു നിന്നെ കൊണ്ടെത്തിപ്പിക്കാൻ നോക്കുമ്പോ, ഇന്ന് രാത്രി അവൻ ഇരുമനസ് കൊണ്ടുവന്ന് നിന്നെ ഒതുക്കാൻ പിശാച് നോക്കുമ്പോൾ അതിനെ ജയിക്കാനുള്ള ഒരു അഭിഷേകം നിന്റെ എന്റെ ദൈവം പകർന്നിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി കർത്താവ് വിളിച്ചു പറയുന്നു, ഈ രാത്രി വിളിച്ചു പറയുന്നു, ഏത് വിഷയത്തോടുള്ള ബന്ധത്തിൽ നിന്നെ കൊടുക്കാൻ ശത്രു നോക്കിയോ അതേ വിഷയത്തോടുള്ള ബന്ധത്തിൽ തന്നെ ദേശത്തിന്റെ നടുവിൽ ഒരു അത്ഭുത പ്രവൃത്തിയുമായി യേശുവിന്റെ നാമത്തിൽ കുറ്റം ചുമത്താൻ നോക്കി കാത്തു നിൽക്കുന്നവരുടെ മുമ്പിൽ ഏത് വ്യക്തിയാണോ മുമ്പിൽ കൊണ്ട് നിർത്തിയേ ആ വ്യക്തിയുടെ വരണ്ട കയ്യെ എൻ്റെ കർത്താവ് സൗഖ്യമാക്കി. കിട്ടിയോ? വരണ്ട കയ്യെ സൗഖ്യമാക്കി. എവിടെന്നാ ഈ സൗഖ്യം വരുന്നേ? പോക്കറ്റിൽ നിന്നാണോ? എവിടെന്നാ ഈ സൗഖ്യം വരുന്നേ? പേഴ്സിൽ നിന്നാണോ? എവിടെന്നാ ഈ സൗഖ്യം വരുന്നേ? സഞ്ചിയിൽ നിന്നാണോ? ഈ സൗഖ്യം വരുന്നത് നിന്റെ അകത്തു വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിൽ നിന്നാ. ഈ സൗഖ്യം വരുന്നത് ഇന്ന് രാത്രിയിൽ ആമേൻ സ്തോത്രം. ദൈവദാസന്മാരൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ, ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യം നടക്കുന്നെങ്കിൽ, വിടുതൽ നടക്കുന്നെങ്കിൽ അത് ഞങ്ങളുടെ പോക്കറ്റിൽ നിന്ന് വരുന്നതല്ല, അത് വരുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാ, ഞങ്ങളിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയിൽ നിന്നാ. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഇന്ന് രാത്രി നീ തിരിച്ചറിയേ, ആമേൻ ഹല്ലേലൂയ, നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. ഈ ദൈവശക്തിയാൽ ചിലതിൻ്റെ വായടപ്പിച്ച് ചിലതിൻ്റെയൊക്കെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്തുകൊണ്ട് നിനക്കെതിരെ ഒരുക്കുന്നതിലെ കുടുക്കുകളെ ഇന്ന് രാത്രി പൊട്ടിക്കാൻ, നിനക്കെതിരെ കൂട്ടം കൂടുന്നതിലെ ഒളി ചില പതിയിരിപ്പുകളെ ഇന്ന് രാത്രി തകർത്തുകൊണ്ട് ഒരു അത്ഭുത പ്രവൃത്തിയുമായി ഒരു ശുശ്രൂഷ ചെയ്തുകൊണ്ട് അതിനെ ജയിക്കാനുള്ളൊരു അവസരം വളരെ ശാന്തമായി ഇന്ന് രാത്രി ഞാൻ പറയാം. യേശുവിനെ കൊടുക്കാൻ ചിലരൊക്കെ ഈ മനുഷ്യനെ നടുക്ക് കൊണ്ട് നിർത്തി. ഇവർ പതിയിരുന്നെങ്കിൽ ഈ മനുഷ്യന്റെ മേൽ ഒരു ശുശ്രൂഷ ചെയ്തിട്ട് കൊടുക്കാനും കുറ്റം ചുമത്താനും നോക്കി നിന്നവരുടെ മുമ്പിൽ എൻ്റെ കർത്താവ് ഈ മനുഷ്യന്റെ മേലൊരു ശുശ്രൂഷ ചെയ്തിട്ട് താൻ മഹത്വമെടുക്കാനിടയായി. ഇന്ന് രാത്രിയിൽ മനസ്സിലാവുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. നിന്നെ കൊടുക്കാൻ നിൽക്കുന്ന ചില കുടുക്കുകളെ പൊട്ടിക്കുന്ന ഒരു ശുശ്രൂഷയുടെ അഭിഷേകം നിന്റെ അകത്ത് പകർന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നിന്നെ തകർക്കാൻ വരുന്ന, നിന്നെ കുറ്റം ചുമത്താൻ വരുന്ന ചിലതിൻ്റെയൊക്കെ വായടപ്പിക്കുന്ന ഒരു ശുശ്രൂഷയുടെ അഭിഷേകം നിന്റെ അകത്ത് പകർന്നിട്ടുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ നിനക്കെതിരെ പതിയിരിക്കുന്ന, നിന്റെ കാലടികളെ നോക്കിയിരിക്കുന്ന, നിനക്കെതിരെ കൂട്ടം കൂടി ഒളിച്ചിരിക്കുന്ന ചിലതിനെയൊക്കെ തകർക്കുന്ന, അവൻ്റെ ആലോചനകളെയും അവൻ്റെ പ്ലാനും പദ്ധതിയും തകർക്കുന്ന ഒരു ശുശ്രൂഷയുടെ അഭിഷേകം നിന്റെ അകത്ത് ദൈവം പകർന്നിട്ടുണ്ട്. അത് നീ മറന്നു. ശേഷം മനുഷ്യനായിട്ട് യേശു ചിന്തിച്ചിരുന്നെങ്കിൽ
അവിടെ കുടുങ്ങിപ്പോകുമായിരുന്നു. പക്ഷെ ഒരു ശുശ്രൂഷകനായി ചിന്തിച്ചപ്പോ, ഒരു അഭിഷിക്തനായി ചിന്തിച്ചപ്പോ ലെവല് മാറി. എന്ന് വെച്ചാൽ മനുഷ്യൻ പ്ലാൻ ചെയ്ത പരിപാടിയെ ദൈവം, എൻ്റെ കർത്താവ് എന്ത് ചെയ്തു? മനസ്സിലായില്ല? എന്ന് വെച്ചാൽ യേശുവിനെ കൊടുക്കാൻ വേണ്ടി ഇവർ ചിലത് ചെയ്തു. പക്ഷെ ആ ചെയ്തത് എൻ്റെ കർത്താവ് അതുപോലും തൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് കാരണമാക്കി. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. എന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ കാണുന്നൊരു കാഴ്ചയുണ്ട്. ഒത്തിരി പാസ്റ്റേഴ്സിനെതിരെ ട്രോൾ ഇറക്കാറുണ്ടല്ലേ? ഒത്തിരി പാസ്റ്റേഴ്സിനെതിരെ, ഒത്തിരി അഭിഷിക്തന്മാർക്കെതിരെ ട്രോൾ ഇറക്കാറുണ്ട്. ഈ ഒരു ഭാഗത്ത് ആ ട്രോളൊക്കെ ഞാനിങ്ങനെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഈ ട്രോള് കൂടുന്തോറും അവരുടെ റീച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ നിന്നെ കുറ്റം ചുമത്താൻ, നിന്നെ കൊടുക്കാൻ നിൽക്കുന്ന ചിലതിൻ്റെ മേലൊരു ശുശ്രൂഷ ചെയ്യാൻ എൻ്റെ ദൈവം നിന്നെ അധികാരപ്പെടുത്തുകയാണ്. ഇന്ന് രാത്രി എല്ലാ കണ്ണുകളും ഇന്ന് രാത്രി ദൈവസ്ഥാനത്തിൽ അടച്ച് ഈ വചനത്തിൻ്റെ മുൻപാകെ ഇന്ന് രാത്രിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. എല്ലാവരും ഈ രാത്രി പ്രാർത്ഥിച്ചോട്ടെ. ദൈവവചനത്തിൻ്റെ ശക്തി ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇതിനകത്ത് വ്യാപരിക്കപ്പെടട്ടെ. പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ.